വേറൊരു സംസാരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മളിപ്പം ഞാൻ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയി അല്ലെങ്കിൽ കുഞ്ഞിന് ചോറൂണിന് എല്ലാവരും വന്നു അപ്പോൾ എവിടെയും മൃദുല എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ബ്ലഡ് റിലേഷനാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നു പ്രവീൺ പ്രണവ് വീഡിയോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസസ് ഉള്ള ഒരു യൂട്യൂബറാണ് പ്രവീൺ പ്രണവ്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എമ്മ അടിപൊളി ലൈഫ് എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ ഡാൻസ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും ചലഞ്ച് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹേറ്റേഴ്സ് കുറവുള്ള ഒരു ചാനലായി പോയിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് ഇവരുടെ ഫാമിലിയിൽ തന്നെ വലിയൊരു കോൺട്രവേഴ്സീസ് വന്നിട്ട് ഇവരിങ്ങ് സെപ്പറേറ്റ് ആയി പോകുന്നത്. അതിൽ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ രണ്ടുപേരും ഓപ്പണായി ഷെയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ വീഡിയോയിൽ കാണുന്നതല്ല ഇവരുടെ ആക്ച്വൽ ലൈഫ് എന്ന്. അങ്ങനെ പിന്നെ ഈ പെർട്ടിക്കുലർ കപ്പിൾസിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ നെഗറ്റീവ് വരാൻ തുടങ്ങി, വീഡിയോസ് ആൾക്കാർ നോട്ട് ചെയ്യാൻ തുടങ്ങി, പലതും പറയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കാലം ഇവർ രണ്ട് വീട്ടുകാരും തെറ്റി നിന്നു എന്ന് വെച്ചാൽ പ്രണവും അമ്മയും അച്ഛനും ഒരു സൈഡും പ്രവീണും ഭാര്യയും വേറൊരു സൈഡൊക്കെ നിന്നു. അതിനുശേഷം ഇപ്പോൾ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ഒക്കെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പം പുതിയ ഒരു വീഡിയോയുമായിട്ട് പ്രവീൺ വന്നത്. അപ്പം ആ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം. കാരണം നല്ലോണം ആൾക്കാരിങ്ങനെ സ്നേഹിച്ചിങ്ങനെ കൊണ്ടുപോയ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടോ വിഷമോ സങ്കടമോ അതിൻ്റെയൊക്കെ പുറത്തിട്ടിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ അന്നും ഇവരുടെ ഫാനാണ്, ഇന്നും ഇവരുടെ ഫാനാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു വ്യക്തിയായിട്ടൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു എന്ന് കരുതി നമ്മൾ അവരുടെ ഹെയ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ അവരുടെ ടോപ്പിക് 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വീഡിയോ മാത്രമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ബാക്കിയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ബാക്കിയൊക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരുടെ വീഡിയോയിൽ തോന്നിയിട്ടുള്ളത്. പക്ഷേ ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫോക്കസ് തന്നെ പോയത് ഇവർ മിണ്ടിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രവീണിൻ്റെ ഫംഗ്ഷന് പ്രണവും ഫാമിലി വരുന്നതും പ്രണവും ഫാമിലീൻ്റെ അടുത്ത് പ്രവീൺ പോകുന്നതൊക്കെ. പക്ഷേ ഈ വീഡിയോയിലൊക്കെ മിസ്സിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് മൃദുലേനെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവീൺ പറഞ്ഞ റിപ്ലൈ എന്താ നോക്കാം. ാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ബ്ലഡ് റിലേഷനാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകും. പക്ഷേ അങ്ങനെ എന്നെപ്പോലെ അവളും ചേഞ്ച് ആവണമെന്ന് നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും അതൊക്കെ ടൈം എടുക്കും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനൊക്കെ എല്ലാം ഒരു ട്രാക്കിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം കുടുംബമല്ലേ, അപ്പം ഇതിനിടയ്ക്ക് ഞാനും കുറേ നോക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആവും ഗൈസ്. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രവീൺ പച്ചയ്ക്ക് കൺവേ ചെയ്യുന്നുണ്ട് മൃദുലയും വീട്ടുകാരും തമ്മിൽ അത്ര സെറ്റായിട്ടില്ല. കാരണം മൃദുലയ്ക്ക് നടന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഇത് റെഡിയാവുന്നു 100% ഗ്യാരണ്ടി ഉള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും നമ്മളത് പൊറുക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് തെറ്റ് അവരോട് ചെയ്താലും അവർ പൊറുക്കും. പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയല്ല. ഇപ്പോൾ മൃദുല ഈ പ്രശ്നം ഏറ്റത് മൃദുലേൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും അടുത്തു നിന്നാണെങ്കിലും അത് അവളുടെ അമ്മയും അച്ഛനും ആണെങ്കിലും സ്വന്തം അമ്മയോടും അച്ഛനോടും അതൊരിക്കലും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ മോനോട് ക്ഷമിക്കുന്നത് പോലെ മരുമോളോട് ക്ഷമിക്കാൻ പറ്റണമെന്നില്ല. ഇത് ആരൊക്കെ മോളല്ല മരുമോളാന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു എന്താ പറയുക, ഒരു സത്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് റെസ്പെക്റ്റ് ചെയ്യാം. വീഡിയോ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കും, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സിറ്റുവേഷനുകളിലും മൃദുലുണ്ട്, ഇവരെടുത്ത് എത്തുമ്പോൾ മാത്രം മൃദുലേനെ മിസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും. പക്ഷെ അതിനുള്ളൊരു മറുപടി തന്നു കഴിഞ്ഞു. ഇനി അത് റെസ്പെക്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാണ്ട് നിൽക്കുക. വലിയൊരു പ്രശ്നം തന്നെയാണ് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു കുഞ്ഞു കാര്യമല്ല. അപ്പോൾ അത് സോൾവ് ആവണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയം വേണം. അത്രയും ഇനി അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരൊറ്റ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്തു. അത് അത്രയേ ഉള്ളൂ. ടൈം വേണ്ട ഒരു സാധനം തന്നെയാണ്.
ജസ്റ്റ് സോഷ്യൽ മീഡിയനെ കാട്ടാനോ അല്ലെ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടോ വെറുതെ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മനസ്സുകൊണ്ട് ആ സിറ്റുവേഷനിൽ അവർ ഓക്കെ അല്ലെങ്കിൽ അല്ലെ മനസ്സുകൊണ്ട് അവരോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങിയില്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ വളരെ പച്ചയ്ക്ക് ചോദിക്കും, അഭിനയിക്കുകയാണല്ലോ, താല്പര്യക്കുറവുണ്ടല്ലോ, ദേഷ്യം ഉണ്ടല്ലോ, അല്ലെ സംസാരത്തിലൊന്നും വലിയൊരു സുഖമല്ലേലോ എന്നൊരു കമൻറ്റ് വരും. അതിലും നല്ലതല്ലേ താല്പര്യമില്ല അതുകൊണ്ട്, അല്ലെങ്കിൽ അത് മാറാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. ഹോം ടൂറിലും പറഞ്ഞാണ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പൊങ്കാല വരുന്നതെന്ന്. ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ മാത്രമാണോ വീട് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഒരു വണ്ടി വാങ്ങുന്നത്? ഇതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട സംഭവമല്ലേ. ഇതൊക്കെ എന്ത് സംഭവമല്ല. ഇപ്പം ഇങ്ങനൊരു വീഡിയോ പ്രവീൺ ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പ്രവീൺ റീസെൻ്റ്ലി ഇടുന്ന ഒരുപാട് വീഡിയോസിന് വരുന്ന കുറേ നെഗറ്റീവ് കമൻറ്റാണ്. അതിൽ മെയിനായിട്ട് വന്ന 3 പ്രശ്നങ്ങളാണ്. ഒന്ന് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ മൃദുല മിണ്ടാത്തത്, രണ്ടാമത്തത് പ്രവീൺ ഈ അടുത്തൊരു കാറ് വാങ്ങിയതായി ബന്ധപ്പെട്ട്, രണ്ടാമതൊരു വീട് വാങ്ങിയതായി ബന്ധപ്പെട്ട്. ഇനി കാറ് വാങ്ങിയാലും വീട് വാങ്ങിയാലും അത് അവൻ്റെ പൈസയും കൊണ്ട് വാങ്ങിയതാണ്. അതിനിപ്പോൾ ആർക്കാ ഇപ്പം എത്ര പ്രശ്നമുള്ളത്? ഒരാളുടെയും വീട്ടിൽ വന്ന് പൈസ ചോദിച്ചിട്ടില്ല. ഇനി യൂട്യൂബ് കൊണ്ട് അധ്വാനിച്ചാണെങ്കിൽ യൂട്യൂബ് ഒരു സിമ്പിൾ സാധനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറും തോന്നലാണ്. ഒരു വീഡിയോ എടുക്കാൻ ഉള്ള പാട് നിങ്ങൾക്കറിയില്ല, അത് എഡിറ്റ് ചെയ്യാനുള്ള പാട് നിങ്ങൾക്കറിയില്ല, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പാട് നിങ്ങൾക്കറിയില്ല, അപ്ലോഡ് ചെയ്തിട്ട് അത് ആൾക്കാരുടെ അടുത്തോട്ട് എത്തിക്കാനുള്ള പാട് നിങ്ങൾക്കറിയില്ല. ഇത്രയും പാട് ഓരോരുത്തരും എടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തേ? എല്ലാവരുടെയും വിചാരം യൂട്യൂബ് കൂടെ കിട്ടുന്ന പൈസ കൊള്ളൂലാന്ന്. യൂട്യൂബ് കൂടെ കിട്ടുന്ന പൈസ കൊള്ളൂല നിങ്ങളോട് ആരാ പറയുന്നേ? ഒരു വീഡിയോ എടുത്ത് നോക്ക്, എഡിറ്റ് ചെയ്ത് നോക്ക്, അപ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ, അതിൻ്റെ എഫേർട്ട് അറിയൂ. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരാൾ വീഡിയോ ഇട്ടിട്ട് അയാൾക്ക് റീച്ച് കിട്ടി, അയാൾ അതിൽ പൈസയും കൊണ്ട് വീഡിയോ കാറോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനീ കുറ്റം പറയുന്നേ? അല്ലെങ്കിലും മറ്റൊരാളുടെ കാര്യത്തിൽ കയറി കുറ്റം പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാരെന്താ ചെയ്യുക? ഞങ്ങൾ കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ സമൂഹത്തിലുണ്ടാവുന്ന ഒരു വിഷയം എടുക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. കേൾക്കണ്ടവർ കേൾക്കുക, കേൾക്കണ്ടാത്തവർ കേൾക്കണ്ട. ഒരാളുടെ കയ്യിലും ഫോൺ കൊണ്ടുവച്ച് കേൾക്കുള്ളൂ. നിങ്ങൾക്ക് ഈ കുറ്റം കേൾക്കാൻ താല്പര്യമില്ലാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ നിനക്ക് വേറൊരു പണിയില്ല, എനിക്ക് പണിയുണ്ട് കേട്ടോ, ഞാൻ 3 കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരാളെ, ഇന്ന് രാവിലെയും പണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കുളിച്ച് വന്ന് ഇവിടെ ഇരിക്കുന്നത്. പണിയുണ്ട്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോ പാഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, അതിൻ്റെ പുറത്ത് പോകുന്നു, ഇത്രയേ ഉള്ളൂ. സ്കാം 2025 അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടൻ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. നെഗറ്റീവ് വ്യൂസ് കിട്ടണം. സത്യം. ഇവരുടെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ട് അറിയാൻ പറ്റും. ഷോർട്സിന് 1,00,000 മുകളിലാണ് വ്യൂ ഉള്ളത്. ലോങ് വീഡിയോസിന് 1,00,000 വ്യൂസാണ്. അതിൽ കുറവുള്ള ലോങ് വീഡിയോസ് ഇവർക്ക് വളരെ കുറവാണ്. അത്രയ്ക്ക് റീച്ചിൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചാനലുകാർ തന്നെയാണ് ഈ പ്രവീൺ പ്രണവ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ഇട്ടതിനെ അവർ എന്ന് വെച്ചാൽ കമൻറ്റിൽ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവർ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്, ഇതൊരു തരത്തിലുള്ള സ്കാമാണ്, ജനങ്ങളെ പറ്റിക്കലാണ്, പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കി ആ പൈസയ്ക്കാണ് വീടും കാറും ഒക്കെ വാങ്ങിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യം അവർക്കില്ല. സീരിയസ്ലി പറയാൻ എൻ്റെ ആവശ്യം അവർക്കില്ല. കാരണം അവരുടെ പണ്ട് തൊട്ടേ അവരുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ഞാൻ. അവരുടെ ഡാൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇതൊരിക്കലും ഉണ്ടാക്കുന്ന സ്കാം അല്ല. ഒരാൾക്കും അങ്ങനെ ഒരു സ്കാം ഉണ്ടാക്കാൻ പറ്റില്ല. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്കെങ്കിൽ മനസ്സിലാവും. ഒരു മുറിവോ അല്ലെങ്കിൽ ആ കരച്ചിലോ ഒന്നും ഒരു അഭിനയമല്ല. എന്തേലൊക്കെ വലിച്ചു വാരി മറ്റൊരാളുടെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി അഥവാ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ ഇവർക്ക് ഇതൊരു കഥയിലെ ജീവിതം പോലെ ഒരുപാട് എപ്പിസോഡിൽ കൊണ്ടുപോകായിരുന്നു. മാന്യമായി പറയുകയാണ്, പ്രവീൺ ഒറ്റ വീഡിയോ ഇട്ടു, പ്രണവ് ഒറ്റ വീഡിയോ ഇട്ടു, ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഫർദർ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രവീണിന് അത്രയും വീട്ടിൽ നിന്ന് അനുഭവിച്ചിറങ്ങിയ സമയത്ത് ആ ഇമോഷൻ്റെ പുറത്ത് പ്രവീൺ ഷെയർ ചെയ്തൊരു വീഡിയോ ആണിത്. നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ അത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ടോപ്പിക്കേ കഴിഞ്ഞിട്ടുണ്ട്. പ്രണവ് പിന്നെ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഇവർക്ക് ഇതൊരു സീരിയസ് ആക്കണേ ഇവരിങ്ങനെ കൊണ്ടുപോയനെ. എന്തേലും വായേ തോന്നിയത് മറ്റൊരാളുടെ വീഡിയോൻ്റെ താഴെ പോയി കമൻ്റ് അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. മുമ്പ് വന്ന കമൻസ് ഇങ്ങനെയായിരുന്നു, അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ, ആരോടും
ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരു മകൻ, വൈഫിൻ്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തവിളിയായിരുന്നു എനിക്ക് അന്ന് വരെ. മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ്, ഇതെല്ലാം സ്ക്രിപ്റ്റ്. നോക്കാനേ നിൽക്കണ്ട സോഷ്യൽ മീഡിയനെ. കാരണം അവർ ആദ്യം കൈയടിക്കുകയാണെങ്കിൽ പിന്നെ കല്ലെടുത്തെറിയും, പിന്നെ കൈയടിക്കും, പിന്നെ കൈയെടുത്തെറിയും. ഇതാണ് സോഷ്യൽ മീഡിയ. ഈവൻ നമ്മുടെ വീഡിയോൻ്റെ താഴെ നോക്കിക്കോ, ഒരു വീഡിയോന് നെഗറ്റീവ് പറഞ്ഞവൻ അടുത്ത വീഡിയോന് പോസിറ്റീവ് പറയും. ഇവർക്ക് ഒപ്പീനിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് മാത്രമേ പറയൂ. നിങ്ങൾ എന്ത് ശരി ചെയ്താലും എന്ത് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ. ഈ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് നമ്മൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾ മിണ്ടിയതിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ്. ഞാനിപ്പോൾ ഇവരുടെ സെപ്പറേറ്റ് വീഡിയോസ് കാണലൊന്നുമില്ല. ഇപ്പോൾ പ്രവീണും പ്രണവും ഒരുമിച്ച് വന്നിട്ടുള്ള വീഡിയോസ് എങ്ങാനും കാണുന്ന സമയത്ത് കണ്ടാലേ ഉള്ളൂ. അല്ലാണ്ട് ഇവർ സെപ്പറേറ്റായി ചെയ്യുന്ന വീഡിയോസ് ഞാൻ വളരെ വളരെ ചുരുക്കേ കാണലുള്ളൂ. കാരണം ഞാൻ ആ ഫാമിലീനെ ഇവരെ ഒരുമിച്ചാണ് കണ്ടത്. ഞാൻ ഇന്ന് ഇവരെ ഒരുമിച്ച് കാണാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെയുള്ള പറയുന്ന ആൾക്കാർക്ക് എന്തേലൊക്കെ പറയണ്ടേ, വീഡിയോൻ്റെ താഴെ എന്തേലൊക്കെ കമൻറ്റൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ആക്കിയാലല്ലേ ഇവർക്കൊരു മനസ്സുഖം കിട്ടും. കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് അങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉന്മേഷം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെയും വാ മൂടിക്കെട്ടാനൊന്നും സാധിക്കത്തില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും, ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അതിനെയൊക്കെ മാനിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. വേറൊരു അത്രയേ ഉള്ളൂ. ആ രീതിയിൽ കണ്ടാൽ മതി. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ പലരും പലതും വന്ന് പറയും. നമുക്ക് വേണ്ടത് എടുക്കുക, വേണ്ടാത്തത് ഒഴിവാക്കുക. ആ രീതിയിൽ കാണുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എത്ര വലിയ വിഷയമുള്ളൊരു കാര്യമല്ല. എൻ്റെ വീഡിയോയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് അറിയുന്ന എൻ്റെ റിലേറ്റീവ്സോ എൻ്റെ ഫാമിലിയോ എൻ്റെ ഫ്രണ്ട്സോ ചില കമൻറ്റൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചിട്ട് പറയും, കണ്ടോ ദാസ അത്, അല്ലെ അമ്മ കണ്ടോ അമ്മ അത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു വിഷയം വന്നപ്പോൾ എനിക്ക് എന്താ പറയാൻ തോന്നുന്നത് ഞാൻ ആ അഭിപ്രായം പറഞ്ഞു വിട്ടു. അതെല്ലാവരും സ്വീകരിക്കണം എന്നില്ല. സ്വീകരിക്കുന്നവർ സ്വീകരിച്ചാൽ മതി, സ്വീകരിക്കാത്തവർ സ്വീകരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താലും ഐ ആം ഹാപ്പി, ഐ ആം ഓക്കെ. എനിക്കൊരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല. കാരണം ഇതൊന്നും അറിയാണ്ട് ഞാനിതിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് ഇതിന് കടന്ന് കരയുകയാണെങ്കിൽ ഞാൻ ഈ ചാനൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഫൈനലി എനിക്ക് ഈ ടോപ്പിക്കിൽ സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റ് കൊണ്ട് ഫ്രണ്ടോട്ട് പോവുക. ഒരിക്കലും ഇതിനെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ എന്താ ചെയ്തതെന്ന്. കുറ്റം പറയുന്നവർ ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞേ നിൽക്കും. അവരുടെ കയ്യിൽ നിന്നൊരു കൈയടി കിട്ടുമെന്ന് തോന്നുന്നേയില്ല. ഇനി അഥവാ കൈയടിച്ചാലും അടുത്ത സെക്കൻഡ് കുത്താനുള്ളൊരു പണി അവർ ഓട്ടോമാറ്റിക്കലി നോക്കുക തന്നെ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. എനിക്കെല്ലാം ഒന്നും ഇങ്ങനെ കുത്തി പറയാനുള്ള താല്പര്യമൊന്നുമില്ല. ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് അടിപൊളിയായിട്ട് ഫ്രണ്ടോട്ട് പോവാം. നിങ്ങൾ ചെയ്യുന്നതിൽ ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ടിയും ഭയക്കേണ്ടിയും ആവശ്യമില്ല. ഓക്കെ, മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.